പ്രിയ സഹോദരങ്ങളെ, അതുപോലെ തിരുവനന്തപുരത്ത് നമ്മുടെ ഈ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതിന് മുമ്പ് മുതൽ കാര്യങ്ങൾ എന്നെ അറിയിക്കുകയാണ്. ഏറ്റവും സന്തോഷത്തോടുകൂടി നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ആയിരിക്കുന്ന നമ്മുടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. തിരുവിയുടെ അനുവാദത്തോടുകൂടി മുതൽ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ തിരുവി മാതാപിതാക്കളെ, കർത്താവിന്റെ സഹോദരങ്ങളെ, അടലിയുടെ സെന്റ് ഗ്ലോറിയോസ് ഇടവക അനുഗ്രഹത്തിന്റെ 13 വർഷം നമ്മൾ പൂർത്തിയാക്കുകയാണ്. 2007 നവംബർ മാസത്തിൽ മദ്രാസ് ഭദ്രാസനാധിപനായിരുന്ന ഡോക്ടർ യാക്കോബ ഐറേനിയസ് തിരുമനസിന്റെ അനുഗ്രഹ ആശസ്സോടുകൂടി ആരംഭിച്ച ദേവാലയം 2018 ജൂൺ മാസം സ്വന്തമായി ഒരു ദേവാലയം നമ്മൾ പണികഴിപ്പിച്ച് ആ ദേവാലയത്തിൽ 2 വർഷങ്ങളുടെ ആരാധന നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബുക്ക് ഓഫ് ജെനസിസിൽ ഇപ്രകാരം പറയുന്നുണ്ട്: God created man in his own image and likeness. ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. അവിടെ ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ട് ഏദൻ പർദീസയിൽ ദൈവം അവനെ പാർപ്പിക്കും. എന്നാൽ അവൻ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോൾ അവനെ ദൈവം ഏദൻ പർദീസയിൽ നിന്ന് പുറത്താക്കും. എന്നാൽ ആദ്യ മനുഷ്യൻ എങ്ങനെ ദൈവത്തെ ആരാധിച്ചിരുന്നുവെന്ന് ആദമിന്റെയും ഹവ്വയുടെയും ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അവരുടെ സന്തതികളിൽ തേർഡ് ജനറേഷൻ, മൂന്നാമത്തെ തലമുറയിൽ ഏനോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബലിപീഠം പണിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിച്ചിരുന്നുവെന്ന് അവിടെ പഴയ പുസ്തകത്തിൽ പറയുന്നു. പുസ്തകത്തിൽ വീണ്ടും നമ്മൾ മുമ്പോട്ട് സഞ്ചരിച്ചാൽ അബ്രഹാമിനെ ചരിത്രം പരിശോധിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന വിശ്വാസികളുടെ പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരു ദേവാലയത്തിന്റെ സാഹചര്യത്തിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഒന്നിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയൊന്നും അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്: മൽക്കീസദേക്ക് എന്ന് പറയുന്ന ശ്രേഷ്ഠ പുരോഹിതന്റെ അടുക്കൽ അബ്രഹാം ദശാംശം നൽകിയിരുന്നുവെന്ന് അവിടെ പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അനുമാനിക്കാം, ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒന്നിച്ചു കൂടുന്ന ഒരു സംസ്കാരം ആ സന്ദർഭത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് ഒരു നിഗമനത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദേവാലയത്തിന്റെ ചരിത്രത്തെ പറ്റി ഒന്നും പറയുന്നില്ല. ഫറവോൻ നാട്ടിൽ നിന്ന് തിരികെ കനാൻ നാട്ടിലേക്ക് വരുന്ന ഇസ്രായേൽ ജനത അവർ ഒന്നിച്ചുകൂടി പല സ്ഥലങ്ങളിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന് ഒരു ദേവാലയം പണിതുകൊണ്ട് ഒന്നിച്ച് ഒരേ മനസ്സോടു കൂടി ഒരു സമൂഹമായി നിൽക്കുന്ന രീതിയിൽ ആദ്യം ചിന്തിച്ചു തുടങ്ങുന്നത് ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായ ദാവീദ് ആയിരുന്നു. ദാവീദ് ദൈവത്തോട് ചോദിക്കുന്നത്: നീ എനിക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നീ എനിക്ക് ചൊല്ലി നൽകി. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിനക്കൊരു ദേവാലയം പണിയണം എന്ന് ദാവീദ് ദൈവത്തോട് പറയുന്നു. എന്തുവായിരുന്നു ദൈവത്തിന്റെ മറുപടി? എന്തുവായിരുന്നു? നീ എനിക്ക് ദേവാലയം പണിയണ്ട എന്നാണ് ദാവീദിനോട് യഹോവ കൽപ്പിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. ദാവീദ് ആഗ്രഹിച്ചുവെങ്കിലും ദാവീദിന് ഒരു ദേവാലയം പണിയുവാനുള്ള ഒരു അവസരത്തെയും കൊടുക്കുന്നില്ല. നമുക്കറിയാം, ദാവീദിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ദാവീദ് എത്രത്തോളം ദൈവത്തെ സ്നേഹിച്ചിരുന്നുവെന്നും ദൈവം എത്രത്തോളം ദാവീദിനെ കരുതിയിരുന്നുവെന്നും നമുക്ക് കാണാം. എന്നാൽ ഒരു കാരണം കൊണ്ടാണ് ദാവീദിനോട് നീ ദേവാലയം പണിയണ്ട എന്ന് ആര് കൽപ്പിക്കുന്നത്? യഹോവ കൽപ്പിക്കുന്നു. ആ കാരണം എന്തായിരുന്നു? കുറ്റമില്ലാത്തവന്റെ രക്തത്തെ അവൻ ചിന്തിയത് നിമിത്തം
നീ എനിക്ക് ദേവാലയം പണിയണ്ട എന്ന് യഹോവ ദാവീദിനോട് കൽപ്പിക്കുന്നു. ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കുന്ന ദാവീദ് ഊരിയാവിനെ മനഃപൂർവ്വം യുദ്ധത്തിന്റെ മുന്നണിയിൽ നിർത്തി അവനെ കൊല്ലിക്കുന്നു. ആരും അറിയുന്നില്ല, രാജ്യം അറിയുന്നില്ല, സേനാധിപന്മാർ അറിയുന്നില്ല, കുടുംബക്കാർ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. പക്ഷെ ആരറിഞ്ഞു? ദൈവം അറിഞ്ഞു. കുറ്റമില്ലാത്തവന്റെ രക്തത്തെ ചിന്തിയത് നിമിത്തമാണ്, ആ കുറ്റം കാരണമാണ് ദാവീദിനോട് ദൈവം പറയുന്നത്, നീ എനിക്ക് ദേവാലയം പണിയേണ്ട. പക്ഷേ ആര് പണിയും? നിനക്ക് വേണ്ടി നിന്റെ മകൻ ദേവാലയം പണിയുമെന്ന് ദാവീദിനോട് യഹോവ കൽപ്പിക്കുന്നത്. ദാവീദ് ആ വാക്കിനെ കേൾക്കുന്നുണ്ട്. എന്നാൽ ദേവാലയം പണിയുവാനുള്ള എല്ലാ ധനവും സമ്പത്തും ആരെ കരുതി വെക്കുന്നു? ദാവീദിന്റെ കാലത്ത് തന്നെ കരുതി വെക്കുന്നുണ്ട്. അങ്ങനെ ദാവീദിന്റെ പ്രയത്നത്തിലൂടെ ദാവീദിന്റെ ആഗ്രഹം ആരാണ് നിറവേറ്റുന്നത്? ദാവീദിന്റെ പുത്രനായ ശലോമോനാണ് നിറവേറ്റുന്നത്. എന്റെ പ്രിയമുള്ളവരെ, നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ഇപ്പോഴും ദൈവം നടത്തിത്തരുമെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിന് ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളെ അവൻ പൂർത്തീകരിക്കും. അബ്രഹാമിനോട് 25-ാമത്തെ വയസ്സിൽ ഒരു രാത്രിക്കാണ് യഹോവ എന്ന് പറയുന്നത്. 75-കാരനായ അബ്രഹാമിനോട് പറയുന്നത്, നിനക്ക് ഞാനൊരു മകനെ നൽകുമെന്ന്. വീണ്ടും കാത്തിരിക്കുക അബ്രഹാം.